പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മൾ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളെപ്പറ്റി പറയേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്തിലെ പിരമിഡുകൾ, ആഗ്രയിലെ താജ്മഹൽ, ചെങ്കോട്ട, ഇങ്ങനെ പല സ്ഥലങ്ങളെപ്പറ്റി, ചരിത്രപരമായ ഒരുപാട് സ്ഥലങ്ങളെപ്പറ്റി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ, വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പലർക്കും ഇത് അറിയായിരിക്കും, പക്ഷെ നമ്മളിത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ആദ്യം നമുക്ക് ആ ആപ്പ് വെച്ച് ചെയ്ത ഒരു ചെറിയ വീഡിയോ കാണാം. അതിനുശേഷം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻകരകളാണ് അല്ലേ? അപ്പം ഇന്ന് വടക്കേ അമേരിക്ക എന്ന വൻകരയിലേക്ക് നമുക്കൊരു യാത്ര പോവാം. വടക്കേ അമേരിക്കയിലെ നയാഗ്ര വാട്ടർഫാൾസിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇതാ നമ്മൾ നമ്മുടെ കണ്ണൂരിൽ നിന്ന് നേരെ വടക്കേ അമേരിക്കയിലുള്ള നയാഗ്ര വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. നയാഗ്ര വാട്ടർഫാൾസ്, നയാഗ്ര നദിയിലേക്ക് ഒഴുകുന്ന നയാഗ്ര വാട്ടർഫാൾസ് നിങ്ങൾക്ക് കാണാം. നല്ല നീല കളറിൽ നല്ല മനോഹരമായ വാട്ടർഫാൾസ്. ഹോഴ്സ് ഷൂ ഫാൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, ഒരു കുതിരലാടത്തിൻ്റെ ഷേപ്പുള്ള കാനഡയുടെയും അമേരിക്കയുടെയും അതിർത്തിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെ നോക്കിയാൽ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗം കാണാം. ഇതാണ് നയാഗ്ര നദി. നമുക്കിനി ഇതിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിയാലോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, ഒബ്സർവേഷൻ പോയിന്റ്. ഇവിടെ നിന്നായിരിക്കും ആൾക്കാർ ഈ നയാഗ്ര നദി കാണുന്നത്. നമുക്കിനി അവിടെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. നയാഗ്ര നദി കാണാൻ ആൾക്കാരുണ്ടോ എന്നൊക്കെ നോക്കാം. കുറച്ചുകൂടെ അടുത്തേക്ക് പോവാണ്. നല്ല മഴവില്ലൊക്കെ വിരിഞ്ഞ് നയാഗ്ര നദി. ആൾക്കാരുണ്ടല്ലോ, നയാഗ്ര നദി കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ? ഇത്രയും ക്ലോസ് ആയിട്ട് അടുത്ത് അവർ നയാഗ്ര നദി കാണുകയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഗൂഗിൾ എർത്ത് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എർത്ത് ആപ്ലിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഗൂഗിൾ എർത്ത് ആപ്ലിക്കേഷൻ എന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇത് ഓപ്പൺ എന്നായിരിക്കും കാണിക്കുക. നിങ്ങളുടെ സ്ക്രീനിൽ അത് ഡൗൺലോഡ് എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ചെറിയ സൈസുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ, എല്ലാ മൊബൈലിലും സ്ക്രീൻ റെക്കോർഡർ ഉണ്ടാവും. അപ്പോൾ ടൂൾസിലായിരിക്കും ഇത് ഉണ്ടാവുക, സ്ക്രീൻ റെക്കോർഡർ. അപ്പോൾ ടൂൾസിൽ സ്ക്രീൻ റെക്കോർഡർ ഞെക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിലൊരു സ്ക്രീനിൻ്റെ ചിഹ്നം കാണാം, ഒരു വീഡിയോയുടെ ചിഹ്നം കാണാം. ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനുശേഷം ഇനി ഗൂഗിൾ എർത്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ എർത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാം, ഇന്ത്യ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഏത് സ്ഥലമാണോ കുട്ടികളെ കാണിക്കേണ്ടത് ആ സ്ഥലം സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കൊളോസിയം സെർച്ച് ചെയ്യുകയാണ്. കൊളോസിയം എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെർച്ചിൽ കൊടുത്തു കഴിയുമ്പോൾ അത് കൊളോസിയത്തിലേക്ക് നേരെ പോകുന്നത് കാണാം. റോമിലെ കൊളോസിയത്തിലേക്ക് പോവാണ്. അപ്പോൾ കൊളോസിയത്തിന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 2D 3D എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 2Dയിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്കൊരു 2D ആയിട്ട്, 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. ഈ 3Dയിലാണ് നിൽക്കുന്നതെങ്കിൽ 3 ഡയമെൻഷണൽ വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അതും കൊളോസിയവും അതിന് ചുറ്റുമുള്ള പട്ടണങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് കുറേ കൂടെ നമുക്ക് ക്ലോസർ ആയിട്ട് പോവാം. നെറ്റ് കണക്ഷൻ, നല്ല ക്ലിയർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ക്ലോസർ ലുക്കാണ്. ഗൂഗിൾ എർത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഉപകാരപ്രദമായ ഒരു ഓപ്ഷനും കൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ഒരു ആളിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ആളിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ബ്ലൂ ലൈൻസ് കാണാം. അപ്പോൾ ഇത് സ്ട്രീറ്റ് വ്യൂവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലൂ ലൈൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിൻ്റെ ക്ലോസർ ലുക്കിലേക്ക് പോവാണ്.
കൊളോസിയത്തിൻ്റെ ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ലുക്ക്. നിങ്ങൾക്ക് കാണാം കൊളോസിയത്തിൻ്റെ ക്ലോസർ ആയിട്ടുള്ള ലുക്ക് ഏറ്റവും അടുത്ത് കാണാം. ഇതിൻ്റെ കൃത്യമായ അതിൻ്റെ കല്ലുകൾ വരെ കാണാം, അതിലെ സഞ്ചാരികൾ നടക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡറിൽ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിന് മറുപടി നൽകുന്നതാണ്. താങ്ക് യു.